യിൽ പുതിയതായി നിലവിൽ വന്നിരിക്കുന്ന കോർപ്പറേറ്റ് ടാക്സ് എന്താണ്? ആരൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്? കോർപ്പറേറ്റ് ടാക്സ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടതും ടാക്സ് പേ ചെയ്യേണ്ടതുമൊക്കെ എപ്പോഴാണ്? എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? വാറ്റ് രജിസ്റ്റർ ചെയ്യാത്തവരും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ? അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ കോർപ്പറേറ്റ് ടാക്സ് ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ പ്രത്യേകമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓരോ കാര്യങ്ങളും വിശദമായി നോക്കാം നമുക്ക്. എന്താണ് കോർപ്പറേറ്റ് ടാക്സ്? ടാക്സ് കൺട്രോളിംഗ് അതോറിറ്റിയായ ഫെഡറൽ ടാക്സ് അതോറിറ്റി UAE ബിസിനസ് മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള ടാക്സ് സംവിധാനമാണ് UAE കോർപ്പറേറ്റ് ടാക്സ്. ബിസിനസിന്റെ പ്രോഫിറ്റ് മേൽ കൊടുക്കുന്ന ടാക്സ് ആയതുകൊണ്ടാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേറ്റ് ഇൻകം ടാക്സിനെ ബിസിനസ് പ്രോഫിറ്റ് ടാക്സ് എന്നും വിളിക്കാറുണ്ട്. വാറ്റ് നിയമം പോലെ തന്നെ UAEയിലെ എല്ലാ എമിറേറ്റ്സിലും കോർപ്പറേറ്റ് ടാക്സ് നിയമവും ബാധകമാണ്. ബിസിനസ് ഫോളോ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയർ അനുസരിച്ച് 2023 ജൂൺ 1 മുതലോ അല്ലെങ്കിൽ 2024 ജനുവരി 1 മുതലോ എല്ലാ കമ്പനികൾക്കും കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ബാധകമായിരിക്കും. ഇനി ആരൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടത്? കോർപ്പറേറ്റ് ടാക്സ് നിയമപ്രകാരം ലീഗൽ എൻറ്റിറ്റികളും നാച്ചുറൽ പേഴ്സണും ടാക്സ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നുണ്ട്. അതായത് കോർപ്പറേറ്റുകളും വ്യക്തികളും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. നിലവിലുള്ള കമ്പനികൾക്കും പുതുതായി ഫോം ചെയ്യുന്ന ബിസിനസ്സുകൾക്കുമെല്ലാം കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ട അവസാന സമയം ഏതാണെന്നുമൊക്കെ വളരെ കൃത്യമായി റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ വിവരിച്ചിട്ടുണ്ട്. എല്ലാ കമ്പനികളും അതുപോലെ തന്നെ എല്ലാ വ്യക്തികളും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. ആദ്യം കമ്പനികളുടെ കാര്യം നോക്കാം. UAEയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും നിശ്ചിത സമയത്തിനുള്ളിൽ കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. അതിന് UAE നിയമപ്രകാരം ഫോം ചെയ്തിട്ടുള്ള LLCയോ 1% കമ്പനിയോ ഫ്രീ സോൺ കമ്പനിയോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ നിയമപ്രകാരം UAEയിൽ ഫോം ചെയ്തിട്ടുള്ള കമ്പനികളോ ആയിക്കോട്ടെ, UAE കേന്ദ്രീകരിച്ച് ഓപ്പറേഷൻസ് ഉള്ള എല്ലാ കമ്പനികളും കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം. കമ്പനികൾക്ക് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യാൻ ടേൺ ഓവർ ലിമിറ്റ് ഇല്ല എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. വലിയ ടേൺ ഓവർ ഉള്ള കമ്പനികളും വരുമാനം വളരെ കുറവുള്ള കമ്പനികളുമെല്ലാം കോർപ്പറേറ്റ് ടാക്സ് നിയമത്തിന് കീഴിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതായത് ഏതൊരു കമ്പനിയും ഫോം ചെയ്ത ഉടനെ നിശ്ചിത സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇനി നാച്ചുറൽ പേഴ്സൺ വ്യക്തികളുടെ വിഭാഗത്തിൽ ആരൊക്കെയാണ് കോർപ്പറേറ്റ് ടാക്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. കോർപ്പറേറ്റ് ടാക്സ് നിയമപ്രകാരം ബിസിനസ്സിൽ നിന്നും വരുമാനമുള്ള വ്യക്തികളെയാണ് നാച്ചുറൽ പേഴ്സൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. LLCയോ കമ്പനിയോ ഒന്നുമല്ലാതെ ഒരു ലൈസൻസ് എടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ബിസിനസ് നടത്തുന്ന, ഉദാഹരണത്തിന് കഫ്തീരിയ, ട്യൂഷൻ, കൺസൾട്ടിംഗ് തുടങ്ങിയ മേഖലകളിൽ നിന്നുമൊക്കെ വരുമാനമുള്ള വ്യക്തികളെയാണ് നാച്ചുറൽ പേഴ്സൺ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തരത്തിൽ 1 മില്യൺ ദിർഹത്തിൽ കൂടുതൽ ബിസിനസ് വരുമാനമുള്ളവർ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം ഒരു സ്ഥാപനത്തിൽ എംപ്ലോയി ആയിക്കൊണ്ട് ലഭിക്കുന്ന സാലറി, കമ്മീഷൻ, അതുപോലെ തന്നെ ഫ്ലാറ്റ്, വില്ല തുടങ്ങിയ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിൽ നിന്നുള്ള റെന്റൽ ഇൻകം ഇവയെല്ലാം ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. സ്മാൾ സ്കെയിൽ സംരംഭകരെ, കുറഞ്ഞ വരുമാനമുള്ളവരെ കോർപ്പറേറ്റ് ടാക്സിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് UAE കോർപ്പറേറ്റ് ടാക്സ് സാധാരണക്കാരെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നതും. ഇനി കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് എത്രയാണ്, എത്ര പെർസെൻറ്റേജ് ആണ് ടാക്സ് കൊടുക്കേണ്ടതെന്നെല്ലാം നോക്കാം. 0% ആൻഡ് 9% എന്നിങ്ങനെ 2 റേറ്റുകളാണ് കോർപ്പറേറ്റ് ടാക്സിൽ വരുന്നത്. ടാക്സബിൾ ഇൻകം 3,75,000 ദിർഹത്തിന് താഴെയാണെങ്കിൽ 0% ആണ് ടാക്സ് വരുന്നത്. അതായത് 3,75,000 ദിർഹത്തിന് താഴെ ടാക്സബിൾ ഇൻകം വരുന്നവർക്ക് കോർപ്പറേറ്റ് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല എന്നർത്ഥം. ഇനി ടാക്സബിൾ ഇൻകം എബോവ് 3,75,000 ദിർഹംസ് ആണെങ്കിൽ 9% കോർപ്പറേറ്റ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. 3,75,000 മുകളിൽ എത്രയാണോ ഉള്ളത് അതിനാണ് 9% ടാക്സ് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റു പല രാജ്യങ്ങളിലെയും, ഉദാഹരണത്തിന് സിംഗപ്പൂർ 17%, USA 21%, UK 25%, ഇന്ത്യ 25%, ജർമ്മനി 29% തുടങ്ങി പ്രമുഖ രാജ്യങ്ങളിലെ ടാക്സ് നിരക്കുകളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 9% എന്നത് വളരെ കുറഞ്ഞ ടാക്സ് റേറ്റ് ആണ് UAE കോർപ്പറേറ്റ് ടാക്സിൽ നടപ്പിലാക്കിയിട്ടുള്ളത് എന്നതും എടുത്തു പറയേണ്ടതാണ്.